ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ഇന്ന് ഞാൻ എടുത്തേക്കുന്ന മെജർ ആർക്കാന കാർഡാണ്. ആർക്കാന കാർഡിൻ്റെ അടുത്ത് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാകും. ആ തീരുമാനം ശരിയാണോ തെറ്റാണോ, അത് മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ച് നിങ്ങൾക്ക് നിൽക്കാമോ എന്ന് നമുക്ക് ടാരോനോട് ചോദിച്ചു നോക്കിയാൽ. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഫോക്കസ് ചെയ്യുക, മൈൻഡ് റിലാക്സ് ആക്കി വയ്ക്കുക. നമുക്ക് ചോദിച്ചു നോക്കാം ടാരോൻ്റെ അടുത്ത് ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൈക്കൊണ്ട തീരുമാനം അത് ശരിയാണോ അതോ അത് മാറ്റേണ്ടതുണ്ടോ എന്ന്. നമുക്ക് ഷഫിൾ ചെയ്യാം. നമുക്ക് കാർഡ് എടുക്കാം. ഡെത്ത് കാർഡാണ് ഇവിടെ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അത് നിങ്ങൾക്ക് ശരിയായ റിസൾട്ട് നൽകില്ല എന്നാണ് ടാരോ പറയുന്നത്. നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുത്തതെന്ന് എനിക്കറിയില്ല, എന്താണ് നിങ്ങൾ മനസ്സിൽ കരുതിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ എടുത്ത തീരുമാനം അല്ലെങ്കിൽ ആ എടുത്ത ഡിസിഷൻ അത് നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കില്ല. കൂടാതെ ക്യൂൻ ഓഫ് സോഡ് വരുമ്പോൾ ഒരു 1 വീക്ക് ടൈം പീരീഡാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ എന്തായാലും നിങ്ങൾ ഈ എടുത്ത തീരുമാനം ഒന്ന് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അതും കൂടി ടാരോ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 1 വീക്ക് നിങ്ങളുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന എന്ത് ഡിസിഷനാണോ അല്ലെങ്കിൽ എന്ത് തീരുമാനമാണോ കൈക്കൊണ്ടിരിക്കുന്നത് അതൊരു 1 വീക്ക് വരെയും എന്തായാലും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. മേ ബി ഇപ്പോൾ നിങ്ങൾ ഒരു 1 വീക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മാറിയേക്കാം, അല്ലെങ്കിൽ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നിയേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെടുത്തിരിക്കുന്ന ഈ ഒരു ഡിസിഷൻ 1 വീക്ക് വരെ എന്തായാലും നിങ്ങളത് ചിന്തിക്കാൻ പോകണ്ട കേട്ടോ. ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് ഒരു അവസാനം കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഉണർത്തെഴുന്നേറ്റ് ഒരു പുതിയൊരു സ്റ്റാർട്ട്, അതാണ് ഡെത്ത് കാർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് മരണമാണല്ലേ. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു തിരിച്ചറിവാണ്. എല്ലാം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും ലൈഫിനെ പറ്റിയിട്ട്. അതാണ് ഡെത്ത് കാർഡ്. അപ്പോൾ ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ, മെജർ ആർക്കാനടുത്ത് ചോദിക്കുമ്പോൾ ഡെത്ത് വന്നാൽ ഡെഫിനറ്റ്ലി അതൊരു നോയാണ്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ത് തന്നെ ആയാലും അതൊന്ന് അനലൈസ് വീണ്ടും ചെയ്യുക. അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടിരിക്കില്ല എന്നാണ് ടാരോ പറയുന്നത്. അടുത്തത് നമുക്ക് നിങ്ങൾ എടുത്ത തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹിച്ചിരുന്നത് എന്ന് നമുക്ക് ടാരോനോട് ഒന്നും കൂടി ചോദിച്ചു നോക്കാം. അപ്പോഴേക്കും കുറച്ചും കൂടി ഇതൊന്ന് ക്ലിയർ ആയിട്ടിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മൈനർ ആർക്കാന കാർഡ് എടുത്തിട്ട് ഞാനിതിൽ ചോദിച്ചു നോക്കാം. നിങ്ങൾ എന്താണ് തീരുമാനം, ഏത് പാത്തിലാണ് തീരുമാനം, അത് ലൈഫ്, കരിയർ അല്ലെങ്കിൽ മണി, എന്താണോ നിങ്ങൾ ഉള്ളിൽ തീരുമാനിച്ചത്, ആ ഒരു കാര്യം കൂടി നമുക്ക് ടാരോൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. കാർഡ് എടുക്കാം. വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ്സ് ആണ് കേട്ടോ. ഇതാണ് ക്യൂൻ ഓഫ് സോഡാണ്. സോഡ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് ആക്ഷൻ എന്നാണ് ടാരോയിൽ പറയാം. സോഡ്, വാള്, ഒരു ക്വിക്ക് ആക്ഷനാണ്. അപ്പോൾ സോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ പറ്റിയിട്ടും ഒരു ലേഡിയുടെ എനർജിയാണ്. അപ്പോൾ ഇത് കൂടുതൽ കാണുന്നതും മേ ബി ഈ റീഡിങ് റെസണേറ്റ് ആവുന്നത് കൂടുതലും ലേഡീസിനായിരിക്കും. അവരുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫാമിലീനെ ഒരു സെക്യൂർ ആക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ലേഡീസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, ക്യൂൻ ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളെയെല്ലാം അടിമയാക്കിയിട്ട് ക്വിക്ക് ആക്ഷൻ എടുക്കാമെന്ന് പറയില്ലേ, അങ്ങനൊരു എനർജിയാണ് ഈ കാർഡിൽ കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യം വന്നാലും അവർ യുദ്ധം വരെയും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കും നിങ്ങളുടെ കുടുംബം സെക്യൂർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോവാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കും നിങ്ങൾ. അതിൽ കൂടുതലും ഒരു ഫെമിനൈൻ എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ട്രോമാസൊക്കെ ഫേസ് ചെയ്ത് മേ ബി ഒരു സിംഗിൾ മദറായിട്ട് ഒക്കെ ഫാമിലീനെ ലീഡ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ. അപ്പോൾ ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ലേഡീസ്
നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഇപ്പോൾ മുന്നോട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു എനർജിയിൽ നിൽക്കുന്ന ലേഡീസ് ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ അത് വർക്കാവില്ല, അത് ഡെഫിനറ്റ്ലി ഒരു നോ ആയിരിക്കും എന്നാണ് ടാരോ പറയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിൽക്കുന്ന ലേഡീസിൻ്റെ കാര്യമാണ് ഈ റീഡിംഗ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. മേ ബി സിംഗിൾ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വൈഫാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുടുംബമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നവരായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒറ്റപ്പെട്ടിട്ട് ഫാമിലിയിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കാം. അപ്പോൾ ഇതൊരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്, ക്യൂൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി പോരാടാൻ ഏതറ്റം വരെയും പോവാൻ ശേഷിയുള്ള ഒരു എനർജിയാണ് ക്യൂൻ ഓഫ് സോഡ്സ്. ക്വിക്ക് ആക്ഷനാണ്, യുദ്ധം വരെയും ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. ചിലപ്പോൾ അത് യുദ്ധം ചെയ്യുന്നത് അവനവൻ്റെ തന്നെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ അവനവൻ്റെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് എതിരെയാണെങ്കിൽ പോലും അവർ ഫൈറ്റ് ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായിരിക്കും. കാരണം അവരവരുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏതറ്റം വരെയും പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയുള്ള കാർഡുകളിലാണ്, എനർജിയുള്ള പേഴ്സൺസിലാണ് ഈ കാർഡ് കിട്ടുക. അപ്പോൾ അതാണ് ഇവരുടെ എനർജിയുടെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന ലേഡീസ് ഫെമിനൈൻ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങൾക്ക് ശരിയായ ദിശയോ ശരിയായ റിസൾട്ടോ തരില്ല എന്നാണ് കേട്ടോ ടാരോ പറയുന്നത്. ഇങ്ങനത്തെ എനർജിയിലുള്ളവരാണോ നിങ്ങൾ? എനിക്കറിയില്ല. ടാരോ പറഞ്ഞത് സത്യമായിരിക്കും. അപ്പോൾ റെസണേറ്റ് ആയവർ ഒന്ന് ക്ലെയിം ചെയ്യുക. ബി പോസിറ്റീവ്. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ലൈഫ് ഹാസ് ടു ഗോ ഓൺ. വാട്ട് എവർ ഹാപ്പൻസ്, ലൈഫ് ഹാസ് ടു ഗോ ഓൺ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള എബിലിറ്റീനെ, നിങ്ങളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള പവറിനെ റിയലൈസ് ചെയ്യുക, മുന്നോട്ട് പോകുക. ഓക്കെ, നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റാ.